പാല തിരിച്ചു പിടിക്കുമെന്ന് ജോസ് കെ മാണി. പ്രകാശം പകരുന്നതാണ് പാല. ആ പ്രകാശത്തെ തല്ലിക്കെടുത്തിയ 7 വർഷങ്ങളാണ് കഴിഞ്ഞുപോയത്. നമുക്ക് നഷ്ടപ്പെട്ടത് കുതിച്ചു മുന്നേറാനുള്ള കാലഘട്ടമാണ്. വികസനം തകർത്തവർക്ക് ജനം മാപ്പ് നൽകില്ല. ഈ തെരഞ്ഞെടുപ്പോടെ പാലായുടെ വികസന മുന്നേറ്റത്തിന് പുതിയ യുഗം തുറക്കുകയാണെന്നും പാലായെ സുവർണ കാലഘട്ടത്തിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ സമയവും പാലായിൽ ജോസ് കെ മാണി ഉണ്ടായിരുന്നു. മാണിസാറിന്റെ വീട്, ആ വീട്ടില് അത് എപ്പോഴും തുറന്നു തന്നെയാണ് കിടന്നത്. അതിന്റെ വാതിലുകളല്ല തുറന്നിരുന്നത്, പക്ഷെ എന്റെ ഹൃദയമായിരുന്നു, എന്റെ ഹൃദയത്തിന്റെ വാതിലായിരുന്നു തുറന്നു വെച്ചിരുന്നത്. അവിടെ ആർക്കും വരാം, അവിടെ ആർക്കും വരാം, ഏത് സമയത്തും വരാം. അത് പകലെന്നോ രാത്രിയെന്നോ ഏത് നേരത്തും വന്ന് കയറാം. ഇവിടെ നിൽക്കുമ്പോൾ ഓരോ പാലക്കാരനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ ഉണ്ടാകും. നിങ്ങളുടെ ഓരോരുത്തരെയും ഒരു പുത്രനായ പാലായി ഉണ്ടാകും. എന്റെ പ്രാണന്റെ പ്രാണനാണ് പാല എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. നമുക്കറിയാവുന്ന വിവിധ തരത്തിലുള്ള വികസന പദ്ധതികളൊക്കെ നടത്തിയിട്ടുണ്ട്. ആശുപത്രികൾ മാത്രമല്ല, ഇന്ന് ഇവിടെ തൊട്ടടുത്തുള്ള എറണാകുളത്തിന് ത്രിപുരയിലേക്കുള്ള റോഡുകൾ BMDC ക്ഷേത്രത്തിന് മുമ്പിൽ കൂടെ തൊട്ട് അങ്ങോട്ട് ആ ത്രിപുരയ്ക്ക് വരെയുള്ള റോഡുകൾ സെൻട്രൽ റോഡുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. എനിക്ക് വേണമെങ്കിൽ വലവൂരിന്ന് മാത്രം അങ്ങോട്ട് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ വികസനം എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റു പ്രദേശങ്ങളിൽ ചെന്ന് എത്തണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആദ്യത്തെ BMDC റോഡ് 15 വർഷക്കാലം മുമ്പ് ഈ കേരള സംസ്ഥാനത്ത് തുടങ്ങി വെച്ച സെൻട്രൽ റോഡ് ഫണ്ട് വഴി അത് പാലായിലായിരുന്നു. പാലായിലെ രാമപുരം കൂത്താട്ടുള്ള റോഡാണ്. പാലായിലെ തുടക്കച്ചത് അവിടെ നിന്ന് നേരെ മുഴുവൻ കൂത്താട്ടുള്ള റോഡാണ്. അങ്ങനെയുള്ള റോഡുകളുടെ പദ്ധതികൾ നമുക്കറിയാം. ആദ്യമേ കേരളത്തിൽ തുടങ്ങി വെച്ചു. ഇന്നത്തെ സിന്തറ്റിക് ട്രാക്കുമായി ബന്ധപ്പെട്ട് അത് മനസ്സാണ് തുടങ്ങി വെച്ചെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ കാര്യകാലങ്ങളുള്ള ഈ കേരളത്തിൽ അത് വേണമെങ്കിൽ കോട്ടയത്ത് തുടങ്ങാൻ